الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وأن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. സാമ്പത്തിക നീതി പ്രവാചക പാഠങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് കേരളത്തിൽ ഇമാംസ് കൗൺസിൽ ഈ 15-ാം തീയതി മുതൽ ഫെബ്രുവരി 15-ാം തീയതി വരെ ഒരു ക്യാമ്പയിൻ നടത്തുകയാണ്. സാമൂഹിക പരിഷ്കർത്താവായ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമ്പത്തിക പാഠങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു ക്യാമ്പയിനുമായി ഇമാംസ് കൗൺസിൽ ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. പ്രവാചകാധ്യാപനങ്ങൾ മുസ്ലിം സമുദായത്തിന് മാത്രമുള്ള പാഠങ്ങളല്ല, അത് ലോകത്തിനുള്ള പാഠമാണ് എന്ന് പ്രവാചകാധ്യാപനങ്ങളെക്കുറിച്ചും പ്രവാചക ചരിത്രത്തെ സംബന്ധിച്ചും വിശദമായി പഠിച്ച സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ സശിരകമ്പം സമ്മതിച്ച സംഗതിയാണ്. പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മുഴുവനുമുള്ള പ്രവാചകനാണ്. ലോകത്തിന് മുഴുവനും വഴികാട്ടാൻ വേണ്ടി നിയുക്തനായ പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മുൻകാല പ്രവാചകന്മാരും വേദപണ്ഡിതന്മാരും ദീർഘദർശനം നടത്തുകയും ആ പ്രവാചകന്റെ പാദടികൾ പിൻപറ്റുവാനും പ്രവാചകന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും ലോകത്തോട് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വ്യാസമുനി പറയുന്നു, യദസ്മിന്നന്തരേ മ്ലേച്ഛ ആചാര്യേണ സമന്വിത മഹാമതൈരിഖ്യാത ശിഷ്യശാഖാ സമന്വിതം. അങ്ങനെ ഇരിക്കുമ്പോൾ മുഹമ്മദി എന്ന വിദേശീയനായ ഒരു പ്രവാചകൻ ശിഷ്യന്മാരോടൊപ്പം ലോകത്തെ സമാഗതമാകുകയും ലോകത്തെ ജയിച്ചടക്കുകയും ചെയ്യുമെന്ന് വ്യാസമുനി പ്രതിവചിച്ചിട്ടുണ്ടെങ്കിൽ ആ പുണ്യപ്രവാചകനെ താൻ സ്വീകരിക്കുമെന്നാണ് വ്യാസമുനി പറഞ്ഞത്. ഭോജരാജ ഉവാച നമസ്തേ ഗിരിജാനാഥ മരുസ്ഥല നിവാസിനം ത്രിപുരാസുരനാശായ ബഹുമായ പ്രവർത്തിനം നൈചൈ ഗുപ്തായ ശുദ്ധായ സച്ചിദാനന്ദരൂപിണേ തമാം ഹികേ കിങ്കരം വിധി ശരണാതമപാഗതം. അല്ലയോ മനുഷ്യരാശിയുടെ അഭിമാനമേ, അറേബ്യ നിവാസി, അങ്ങ് പിശാചുക്കളെ നിഗ്രഹിക്കാനുള്ള സർവശക്തിയും സംഭരിച്ചുകൊണ്ട് ലോകത്ത് സമാഗതനായിക്കൊണ്ട് ലോകത്തെ അങ്ങയെ നശിപ്പിക്കുവാൻ വേണ്ടി നടക്കുന്ന മുഴുവനും ശത്രുക്കളിൽ നിന്നങ്ങ് സുരക്ഷിതനായി ഈ ലോകത്തെ ജയിച്ചടക്കുന്നതാണ്. അതുകൊണ്ട് സച്ചിദാനന്ദ സ്വരൂപമേ, അങ്ങയുടെ പാദചരണങ്ങളിൽ പതിച്ചിട്ടുള്ള ഈ ശിഷ്യനെ അങ്ങ് സ്വീകരിച്ചാലും അങ്ങ് അനുഗ്രഹിച്ചാലും എളിയ ദാസനായിട്ട് അങ്ങ് സ്വീകരിച്ചാലും എന്ന് വ്യാസമുനി പറയുമ്പോൾ വ്യാസമുനി താൻ ആ പ്രവാചകന്റെ ശിഷ്യത്വം സ്വീകരിച്ചിരിക്കുന്നു എന്നും ആ പ്രവാചകന്റെ അധ്യാപനങ്ങൾ ലോകത്തിന് മുഴുവനുള്ളതാണ് എന്നും നമ്മോട് വ്യംഗ്യമായിട്ട് പറയുകയാണ്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് പ്രവാചകന്റെ അധ്യാപനങ്ങൾ മുസ്ലിം സമുദായത്തിന് മാത്രമുള്ളതല്ല, പ്രവാചക അധ്യാപനങ്ങൾ ലോകത്തിന് മുഴുവനുമുള്ളതാണ്. ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും മതമുള്ളവനും മതമില്ലാത്തവനും ആ പ്രവാചകൻ മനുഷ്യലോകത്തിന് വേണ്ടി സമർപ്പിച്ച അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്ത് ജീവിക്കുവാൻ സന്നദ്ധരായാൽ ലോകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നതാണ്. 1950 മരണമടഞ്ഞ ലോകത്തെ ഇംഗ്ലീഷ് സാഹിത്യകാരനായ ബർണാഡ് ഷാ, ആ ബർണാഡ് ഷാ തന്നെ പറഞ്ഞത്, I believe that if a man like Muhammad were to assume the dictatorship of the modern world, he would succeed in solving its problem in a way that would bring it much nearer peace and happiness.
മുഹമ്മദ് നബിയെ പോലെയുള്ള ഒരാള്, അഥവാ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യയിൽ ജീവിച്ചിരുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയെ പോലുള്ള ഒരാള് ഈ ആധുനിക ലോകത്തിന്റെ ഭരണച്ചെങ്കോൽ കയ്യേന്തുകയാണെങ്കിൽ ഈ ലോകത്ത് നിന്ന് നഷ്ടമായി കൊണ്ടിരിക്കുന്ന ശാന്തിയും സമാധാനവും തിരിച്ചു കൊണ്ടുവരുവാനും അങ്ങനെ ലോകത്തിന് വെളിച്ചം പകരുവാനും സാധിക്കുമായിരുന്നു എന്ന് ബർണാഡ് ഷയെ പോലെയുള്ള ഇംഗ്ലീഷ് സാഹിത്യകാരനായ ചിന്തകൻ ലോകത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ആ പ്രവാചകന്റെ അധ്യാപനങ്ങളെ കുറിച്ച് സത്യസന്ധമായും നിഷ്പക്ഷമായും വ്യക്തമായും ആഴത്തിൽ പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആ പ്രവാചക പ്രഭുവിൽ 14 നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള ലോകത്തിന്റെ മാത്രമല്ല ഈ ആധുനിക യുഗത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും പ്രവാചകന്റെ അധ്യാപനങ്ങൾക്കാണ് സാധിക്കുക എന്നുള്ളത് തലകുലിക്ക് സമ്മതിക്കേണ്ടി വരുന്നതാണ്. സാമൂഹിക പരിഷ്കർത്തായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ലോകത്ത് സാമൂഹികമായ മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ സാമ്പത്തികമായ മാറ്റങ്ങൾ ഉണ്ടാവണം. സാമ്പത്തിക രംഗത്ത് സന്തുലിതത്വവും നീതിയും സത്യസന്ധതയും പുലരുമ്പോൾ മാത്രമാണ് ലോകത്ത് സാമൂഹികമായ പരിവർത്തനം ഉണ്ടാകുക. പ്രവാചകൻ ഒരു സാമൂഹിക പരിഷ്കർത്താവായോ സാമ്പത്തിക വിദഗ്ധനായോ പരിചയപ്പെടുത്തുമ്പോൾ ലോകം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തികമായ പ്രതിസന്ധികൾക്ക് പ്രവാചകന്റെ അധ്യാപനങ്ങൾ വെളിച്ചം വീശുമ്പോൾ ആ പ്രവാചകൻ എന്തൊരു സങ്കല്പമായിരുന്നു ഈ ലോകത്തിന് മുന്നോട്ട് വെച്ചത്. നമുക്കറിയാം, വ്യക്തികളെ മാത്രം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയോ കർമാനുഷ്ഠാനങ്ങൾ മാത്രം പഠിപ്പിക്കുന്നതിന് വേണ്ടിയോ അല്ല പ്രവാചകൻ സമാഗതനായത്. കറകളഞ്ഞ തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ സംസ്കരിച്ചെടുക്കുന്നതോടൊപ്പം തന്നെ ആ വ്യക്തികളിലൂടെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ പരിവർത്തനം സൃഷ്ടിക്കുവാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്യമിപ്പിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വെച്ചുകൊണ്ട് വേണ്ടത്ര സുരക്ഷിതത്വമില്ലാത്ത ഒരു കാലയളവിൽ, ഒരു കാലാവസ്ഥയിൽ അദീ ഇബ്നു ഹാതിം റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറഞ്ഞ അധ്യാപനങ്ങൾ നാം വിലയിരുത്തേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷ്യം എന്തായിരുന്നു? വെറും ഒരു തൗഹീദിന്റെ പ്രചാരണം മാത്രമായിരുന്നില്ല. വെറും മനുഷ്യന്റെ വ്യക്തിപരമായ മേഖലകളിലുള്ള ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല പ്രവാചകൻ വന്നത്. അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ഹദീസാണ് അദീ ഇബ്നു ഹാതിമിനെ തൊട്ടുദ്ധരിക്കുന്ന ഹദീസ്. അദീയിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ചില ആളുകൾ പരാതി പറഞ്ഞു. ചിലർ ദാരിദ്ര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്, ചിലർ നാട്ടിലുള്ള കൊള്ളക്കാരെ സംബന്ധിച്ചാണ്, അവസ്ഥയെ സംബന്ധിച്ചാണ് പ്രവാചകനോട് പരാതിപ്പെട്ടത്. ഇങ്ങനെ പരാതിപ്പെട്ടപ്പോൾ അവർക്കുള്ള പ്രശ്ന പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പ്രവാചകൻ അദീ ഇബ്നു ഹാതിം എന്ന ഇസ്ലാം സ്വീകരിക്കാൻ വന്നെത്തിയ ആളോട് പറഞ്ഞത്, അദീയെ, നീ ഹിറയിൽ പോയിട്ടുണ്ടോ? അറേബ്യയിൽ നിന്നും ഒരുപാട് ദൂരം അകലെയുള്ള ഹിറയിൽ നീ പോയിട്ടുണ്ടോ? അദീ പറഞ്ഞു, ഇല്ല, പോയിട്ടില്ല പ്രവാചകരെ. ഞാനത് കേട്ടിട്ടുണ്ട്, ഹിറ എന്ന സ്ഥലത്തെ സംബന്ധിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്കിൽ അദീയെ, ആ ഹീറയിൽ നിന്നൊരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് വന്നുകൊണ്ട് കഅബാലയത്തിൽ വന്ന് തീർത്ഥാടനം നടത്തിപ്പോകാൻ പറ്റുന്ന സാമൂഹികമായ സുരക്ഷിതത്വം അറേബ്യൻ നാട്ടിൽ ഉണ്ടാകാൻ പോകുകയാണ്. പിന്നീട് പ്രവാചകൻ പറഞ്ഞു, കിസ്രയുടെയും കൈസറിന്റെയും കൊട്ടാരങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള പാവപ്പെട്ടവനെ ചൂഷണം ചെയ്ത് കൊള്ളയടിച്ച് വീർപ്പിച്ചു വെച്ചിട്ടുള്ള ഖജനാവുകൾ അത് അധീനപ്പെടുത്തുക തന്നെ ചെയ്യും. അദ്ദേഹം ചോദിക്കുകയാണ്, അദീ ചോദിക്കുകയാണ് പ്രവാചകനോട്, അല്ല പ്രവാചകനെ, ഹുർമൂസിന്റെ മകൻ കിസ്രയെ സംബന്ധിച്ചാണോ താങ്കൾ ഇത് പറയുന്നത്? എനിക്കൊരിക്കലും സങ്കല്പിക്കുവാൻ പോലും സാധ്യമല്ല. പേർഷ്യൻ ചക്രവർത്തിയായ അന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ ശാക്തിക ചേരികളിലൊന്നായ കിസ്രയുടെ കൊട്ടാരം പിടിച്ചടക്കി അവിടുത്തെ ഖജനാവ് പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുമെന്നാണ് പ്രവാചകൻ ദീർഘദർശനം നടത്തുന്നത്. അതേ അദീയെ, ഹുർമൂസിന്റെ മകൻ കിസ്രയെ സംബന്ധിച്ച് തന്നെയാണ് ഞാനത് പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത്ഭുതസ്തബ്ധനായി പോയി. പിന്നീട് വീണ്ടും പ്രവാചകൻ പറയുന്നു,
അറേബ്യയുടെ തെരുവിലൂടെ കയ്യിൽ പണവും പിടിച്ചുകൊണ്ട് ആർക്ക് പണം വേണമെന്ന് ചോദിച്ചുകൊണ്ട് ആളുകൾ നടക്കും. പക്ഷേ ആ പണം സ്വീകരിക്കുവാൻ ആരും തന്നെ ഉണ്ടാവുകയില്ല. അഥവാ അത്രയും വലിയ സാമ്പത്തികമായ സന്തുലിതത്വം നമ്മുടെ ലോകത്തുണ്ടാകാൻ പോകുകയാണ് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് അദീ ഇബ്നു ഹാത്തിം പറയുകയാണ്, ഈ പ്രവാചകൻ പ്രവചിച്ച സുരക്ഷിതമായ അവസ്ഥ, ഹീറയിൽ നിന്ന് ഒരൊറ്റക്കൊരു പെൺകുട്ടി വന്നുകൊണ്ട് മക്കത്ത് വന്ന് ഹജ്ജ് ചെയ്തു പോകുന്ന അവസ്ഥാവിശേഷം നേരിൽ കാണാൻ എനിക്ക് സാധിച്ചു. ഇസ്രയുടെ കൊട്ടാരം ജയിച്ചടക്കിക്കൊണ്ട് അവിടുത്തെ ഖജനാവ് പിടിച്ചടക്കാൻ ഏൽപ്പിക്കപ്പെട്ടവരിൽ ഞാനുണ്ടായിരുന്നു. ഈ രണ്ട് സംഗതികളും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് ചരിത്രകാരന്മാർ തന്നെ പറയട്ടെ, മൂന്നാമതായി ജനങ്ങൾ കയ്യിൽ പണവും പിടിച്ചുകൊണ്ട് ആർക്ക് പണം വേണമെന്ന് ചോദിക്കുന്ന അവസ്ഥാവിശേഷം, ജനങ്ങൾ സാമ്പത്തികമായി സ്വയം പര്യാപ്തരായി അവർക്ക് സ്വന്തമായി ജീവിത വിഭവങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ തന്നെ ജീവിക്കാൻ പറ്റുന്ന സ്ഥിതിവിശേഷവും അറേബ്യയിൽ ഉണ്ടായി. ഇവിടെ സൂചിപ്പിച്ച മൂന്ന് സംഗതികൾ എന്താണ് എന്ന് വിലയിരുത്തേണ്ടതിന്റെ ഗൗരവത്തോടുകൂടി ഇന്ത്യ രാജ്യത്തെ ഇന്നത്തെ അരക്ഷിതമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് സുരക്ഷിതമായി ദിവസങ്ങളോളം യാത്ര ചെയ്ത് വരേണ്ട ദൂരത്തേക്ക് ഒറ്റക്ക് യാത്ര ചെയ്തുകൊണ്ട് ഒരു കാമവറിയന്റെയും കാമക്കണ്ണുകളെ ഭയപ്പെടാതെ കണ്ട് യാത്ര ചെയ്തു വരാൻ പറ്റുന്ന സുരക്ഷിതമായ ഒരു സാമൂഹിക പരിവർത്തനമാണ് തന്റെ ലക്ഷ്യമെന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപനം തന്റെ അനുയായികളിലൂടെ നടപ്പിലാക്കി ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്ത വിശ്വതിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തുണ്ടാക്കിയ സാമൂഹികമായ പരിവർത്തനത്തിന്റെ ആഴം ലോകത്ത് മറ്റാർക്കും തന്നെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അഭിമാനത്തോടുകൂടി ആ പ്രവാചക പ്രഭു ലോകത്തുണ്ടാക്കിയ സുരക്ഷിതത്വം, സമാധാനം, അത് ഇന്ന് ലോകത്തിന് ഉണ്ടാക്കാൻ കഴിയുന്നവർ ലോകത്ത് അങ്ങനെ ഒരു സാമൂഹികമായ പരിവർത്തനത്തിന്റെ പടഹത്തൊലി മുടക്കാൻ സാധിക്കുന്നത് മുസ്ലിം സമുദായത്തിനാണ് എന്ന് അടിവരയിട്ടുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുത്തകകളുടെ കൈകളിൽ നിന്നും പാവപ്പെട്ടവന്റെ കരങ്ങളിലേക്ക് പണം കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ലോകത്തുണ്ടാകണം. ഇന്ന് ലോകത്തിന്റെ പ്രശ്നം എന്താണ്? ഭയമാണ്. ഇന്ന് ലോകത്തിന് ആവശ്യമായിട്ടുള്ളത് എന്താണ്? നിർഭയത്വമാണ്. ഇന്ത്യയിലെ 120 കോടി ജനങ്ങൾ വേഴാമ്പലിനെ പോലെ കേടുകൊണ്ടിരിക്കുന്നത്, തലസ്ഥാന നഗരിയിൽ പോലും ജനങ്ങൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്നത് സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് എങ്കിൽ ഇന്ത്യ രാജ്യത്തെ 80 കോടി ജനങ്ങൾ പട്ടിണി മാറ്റാൻ വേണ്ടിയാണ് ഇന്ന് യാതന നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ സാമൂഹികമായ രാഷ്ട്രീയമായ അവസ്ഥാവിശേഷം ഈ തമസ്സടിച്ചു പായിച്ച് വെളിച്ചം വരുത്താൻ ബാധ്യസ്ഥരായ മുസ്ലിം സമുദായം ഉറങ്ങിക്കിടക്കേണ്ട സമയമല്ല എന്നാണ് ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ പറയുന്നത്. എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രതികരിക്കാൻ ലോകത്ത് ഇരുട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, തമസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ലോകം വീണ്ടും വീണ്ടും അന്ധകാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ലോകത്തിന്റെ സാമ്പത്തിക മേഖല കുത്തകകൾ കൈയടക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആഗോളതലത്തിൽ ശതകോടീശ്വരന്മാർ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പട്ടിണി പാവങ്ങൾ വീണ്ടും പട്ടിണി പാവങ്ങളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ വലിയൊരു ദൗത്യം നിർവഹിക്കാനുണ്ട് മുസ്ലിം സമുദായത്തിന്. ആ ദൗത്യം നിർവഹിക്കുവാൻ അഹമഹമികയ അരയും തലയും മുറുക്കി രംഗത്ത് വരണമെന്നാണ് ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ പണ്ഡിത ലോകത്തോടും മുസ്ലിം സമുദായത്തോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് സമ്പത്ത് ചില ഭാഗങ്ങളിൽ മാത്രം കുന്നുകൂടി വച്ചിരിക്കുകയാണ്. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ സാമ്പത്തികമായ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, ലോകത്തിന്റെ സമ്പത്ത് ഏതാനും മേഖലകളിൽ മാത്രം, ഏതാനും കോടീശ്വരന്മാരിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. ഇസ്ലാമിന്റെ സാമ്പത്തികമായ നയം തന്നെ എന്താണ്? ഒരിക്കലും സമ്പത്ത് സമ്പന്നന്മാരിൽ കുമിഞ്ഞുകൂടേണ്ടതില്ല. പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, അള്ളാഹു പ്രവാചകന് അധീനപ്പെടുത്തി കൊടുത്ത സമ്പത്ത് അത് ഈ സമുദായത്തിലെ മിസ്കീന്മാർക്കുള്ളതാണ്, അനാഥകൾക്കുള്ളതാണ്, ദരിദ്രന്മാർക്കുള്ളതാണ്, പാവപ്പെട്ടവനുള്ളതാണ്, പട്ടിണി കിടക്കുന്നവനുള്ളതാണ്, ആവശ്യക്കാരനുള്ളതാണ്. അത് അവരിലേക്ക് വിതരണം ചെയ്യപ്പെടാനുള്ളതാണ്.
നിങ്ങളുടെ സമ്പന്നന്മാർക്കിടയിൽ സമ്പത്ത് ചുറ്റിക്കറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ. ഇസ്ലാമിക സമൂഹത്തിന്റെയും സർക്കാരിന്റെയും സാമ്പത്തിക നയത്തിന്റെ അടിസ്ഥാന തത്വം പ്രഖ്യാപിക്കുന്ന സൈദ്ധാന്തിക സൂത്രങ്ങളിൽ ഒന്നാണ് ഈ പരിശുദ്ധമായ ഖുർആൻ വാക്യം. ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി എന്താ? സമ്പത്ത് ചില ആളുകളിൽ കൊന്നുകൂടി കിടക്കുകയാണ്. പാവപ്പെട്ടവനിലേക്ക് അത് വിതരണം ചെയ്യപ്പെടുന്നില്ല. അർഹപ്പെട്ടവന്റെ കൈകളിലേക്ക് സമ്പത്ത് കിട്ടുന്നില്ല. ഇന്ത്യ രാജ്യത്തെ ശതകോടീശ്വരന്മാർ തടിച്ചു വീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ 77% ജനങ്ങളുടെ പ്രതിദിന വരുമാനം വെറും 20 രൂപ മാത്രമാണ്. പട്ടിണി കിടക്കുമ്പോൾ ഇന്ത്യ രാജ്യം സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പ്രധാനമന്ത്രി കേരളത്തിൽ വന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്. 2 വർഷം മുമ്പ് 8% വരെ സാമ്പത്തിക വളർച്ച ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ വരും വർഷങ്ങളിൽ അത് 6% തകരാൻ പോവുകയാണ്. അതുകൊണ്ട് പരിഹാര മാർഗം എന്താണ്? കടുത്ത സാമ്പത്തിക നടപടികൾ വേണ്ടിവരുമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അതിനർത്ഥം പാവപ്പെട്ട ജനങ്ങളെ ഇനിയും നിങ്ങൾ പട്ടിണി കിടാൻ പോവുകയാണ്. അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചുകൊണ്ട്, പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചുകൊണ്ട്, പാചകവാതകത്തിന്റെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വീണ്ടും കഷ്ടാരിഷ്ടതകളുടെ കരകാണാ കയത്തിലേക്ക് തള്ളിവിടാൻ പോവുകയാണ് എന്നാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത് എങ്കിൽ, അതേ സമയത്ത് ഡീസലിന്റെ പോലും വില നിർണ്ണയിക്കുവാനുള്ള അധികാരം എണ്ണ കമ്പനികൾക്ക് തീരെഴുതി കൊടുക്കുമ്പോൾ ഇവിടെ സാധാരണക്കാരനാണ് വീണ്ടും അവൻ അരമുറുക്കേണ്ടി വരുന്നത്. കോരന് കഞ്ഞി വീണ്ടും കുമ്പയിൽ തന്നെയാണ്. പണക്കാരന് പായസം സ്വർണ്ണത്തളികയിൽ വെച്ച് വിളമ്പി കൊടുക്കുമ്പോൾ പാവപ്പെട്ടവന് കഞ്ഞി, കോരന് കഞ്ഞി കുമ്പയിൽ പോലും കിട്ടാത്ത അവസ്ഥാവിശേഷം ഇന്ത്യ രാജ്യത്തുണ്ടാകുമ്പോൾ ഒരു സാമ്പത്തികമായ പരിവർത്തനത്തിന് വേണ്ടി പടയൊരുക്കം നടത്തേണ്ടത് സാമൂഹിക ബാധ്യതയായി ഏറ്റെടുക്കാൻ മുസ്ലിം സമുദായവും ഇതര ജനവിഭാഗങ്ങളും സന്നദ്ധമാകണമെന്നാണ് ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ പറയുന്നത്. അവിടെയാണ് സമ്പന്നരിൽ പണം ചുറ്റിക്കറങ്ങേണ്ടതല്ലാതെ സാധാരണക്കാരനിലേക്ക് വിതരണം ചെയ്യപ്പെടേണ്ടതാണ് എന്ന പ്രവാചക പ്രഭുവിന്റെ അടിസ്ഥാനപരമായ സാമ്പത്തിക നയത്തിന്റെ ഉജ്ജ്വലമായ പ്രഖ്യാപനം ലോകത്തോട് നടത്തേണ്ടത്. അമേരിക്കയിലും പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മാതൃകയായിട്ട് നമ്മൾ സ്വീകരിക്കുന്നത് ആരെയാണ്? അമേരിക്കയാണ്. മുതലാളിത്തത്തിന്റെ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ന്യൂയോർക്കിലെ വാൾ സ്ട്രീറ്റിനെയാണ് നാം മാതൃകയായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്തായി വാൾ സ്ട്രീറ്റിൽ നിന്ന് ചില വിപ്ലവത്തിന്റെ പടഹധ്വനികൾ മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അവിടെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വിപ്ലവത്തിന്റെ പടഹധ്വനികൾ? വാൾ സ്ട്രീറ്റിലേക്ക് അമേരിക്കയിലെ ജനങ്ങൾ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ മാർച്ച് നടത്തുകയാണ്. ഒക്യുപൈ വാൾ സ്ട്രീറ്റ് എന്ന മുദ്രാവാക്യവുമായി കൊണ്ട് വാൾ സ്ട്രീറ്റ് പിടിച്ചടക്കുക. വാൾ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ചില സമ്പന്നന്മാരും കോടീശ്വരന്മാരും വാൾ സ്ട്രീറ്റിൽ ഇരുന്നുകൊണ്ടാണ് ലോക സമ്പൽഘടനയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ലോക സമ്പൽഘടനയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയിൽ 1% വരുന്ന 400 പേര് വരുന്ന 400ഓളം വരുന്ന മുതലാളിമാരുടെ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിക്കൊണ്ട് മുതലാളിത്ത രാജ്യമായ അമേരിക്കക്കാരെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇല്ല, ഇങ്ങനെ സമ്പന്നന്മാരിൽ സമ്പത്ത് കേന്ദ്രീകരിക്കപ്പെടുന്നത് അനുവദിക്കാൻ പാടില്ല എന്ന് പ്രവാചക പ്രഭു പരിശുദ്ധ ഖുർആനിലൂടെ 14 നൂറ്റാണ്ട് മുമ്പ് പ്രഖ്യാപിച്ച ആ മുദ്രാവാക്യം അമേരിക്കക്കാരനെ ഏറ്റുപിടിക്കാൻ 14 നൂറ്റാണ്ട് പിന്നിടേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ലോകത്തിന് ആ പ്രവാചകൻ നൽകുന്ന ആ സാമ്പത്തികമായ പാഠങ്ങൾ എത്ര അനുകരണീയമാണ് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അവർ വിളിച്ചു പറയുന്നത് എന്താണ്? We are the 99%. ഞങ്ങൾ അമേരിക്കയിലെ 99% ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ്. അമേരിക്കയുടെ അവസ്ഥ എന്താ? അമേരിക്കയിൽ 25 ലക്ഷം ദരിദ്രരുണ്ട്, 25 ലക്ഷം തൊഴിലില്ലാത്തവർ, 25 ദശലക്ഷം 100 ദശലക്ഷം പേര് അവിടെ പട്ടിണിയിലാണ്, ദാരിദ്ര്യത്തിലാണ്. 50 ദശലക്ഷം പേര് ആരോഗ്യ ഇൻഷുറൻസ് പോലും ഇല്ലാത്തവരാണ്. അവരാവശ്യപ്പെടുന്നത് എന്താണ്? വാൾ സ്ട്രീറ്റ് പ്രക്ഷോഭത്തിൽ ഒരു വീട്ടമ്മ ഉയർത്തിപ്പിടിച്ച പ്ലക്കാർഡ്, All I want is a roof over my head, food on the table and the dignity of honest paycheck. എന്താണ് അവരാവശ്യപ്പെട്ടത്? അവരാവശ്യപ്പെട്ടത് വലിയ ബംഗ്ലാവുകളും കൊട്ടാരങ്ങളും തങ്ങൾക്ക് പണിയണമെന്നല്ല,
ശതകോടീശ്വരന്മാരെ പോലെ കോർപ്പറേറ്റ് മുതലാളിമാരെ പോലെ ഞങ്ങൾക്കും തടിച്ചു കൊടുക്കണമെന്നല്ല അമേരിക്കക്കാരിൽ നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു വീട് വേണം, തലചായ്ക്കാൻ ഒരു കൂര വേണം, ഫുഡ് ഓൺ ദി ടേബിൾ, എനിക്ക് ഭക്ഷണം വേണം. വിശപ്പടക്കാൻ ചുട്ടടക്കാൻ അട്ടിക്ക് വകയില്ലാത്ത അമേരിക്കക്കാരൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഭക്ഷണം വേണം. അതുപോലെ എനിക്ക് ആവശ്യമായ മാന്യമായി ജീവിക്കാൻ ആവശ്യമായ ശമ്പളം വേണം. ഇത് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുതലാളിത്തം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ആ മുതലാളിത്തത്തെയാണോ മൻമോഹൻ സിംഗ് നെഞ്ചേറ്റി നടക്കുന്നത്? ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ വീണ്ടും പട്ടിണിയിലേക്ക് തള്ളിയിടാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ ഇന്ത്യ രാജ്യത്ത് ശതകോടീശ്വരന്മാർ തടിച്ചു കൊടുക്കുന്നു. പാവപ്പെട്ടവൻ ഇന്ത്യ രാജ്യത്ത് നാം ആലോചിക്കണം. 20 ദശലക്ഷം കുട്ടികൾ ഒരു വർഷം പോഷകാഹാരക്കുറവ് മൂലം മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത്. ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കാണുന്നില്ല, ഇന്ത്യയുടെ മന്ത്രിമാര് കാണുന്നില്ല, അനിൽ അംബാനിമാർക്ക്, അസീം പ്രേംജിമാർക്ക് പൊതു ഖജനാവ് തീരെഴുതി കൊടുക്കുന്ന ഈ ഭരണാധികാരികൾ കാണുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയിൽ മരിച്ചു വീഴുന്ന പിഞ്ചോമന മക്കളോട് അല്പമെങ്കിലും കാരുണ്യമുണ്ടായിരുന്നുവെങ്കിൽ 2G സ്പെക്ട്രം ഇന്ത്യ രാജ്യത്ത് നടക്കുമായിരുന്നില്ല, കൽക്കരി കുംഭകോണം ഇന്ത്യ രാജ്യത്ത് നടക്കുമായിരുന്നില്ല. 1.20 ലക്ഷം കോടി ഡോളറാണ് ഇന്ത്യയുടെ പൊതു ഖജനാവിന് കൽക്കരി കുംഭകോണത്തിലൂടെ നേട്ടപ്പെട്ടത്. അനിൽ അംബാനിയുടെ റിലയൻസ് പവറിന് തീരെഴുതി കൊടുക്കുകയായിരുന്നു നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഭരണാധികാരികൾ. 2G സ്പെക്ട്രത്തിലൂടെ ഇവിടെ സൂചിപ്പിച്ച 1,76,000 കോടി രൂപ ഇന്ത്യ രാജ്യത്തിന് നഷ്ടപ്പെട്ടു. ഇത് ആർക്ക് കിട്ടേണ്ട പണമാണ്? ഇത് പൊതു ഖജനാവിന് കിട്ടേണ്ട പണമാണ്, ഇത് സാധാരണക്കാരന് കിട്ടേണ്ട പണമാണ്, ഇത് പാവപ്പെട്ടവന്റെ പട്ടിണി മാറ്റേണ്ട പണമാണ്. ഈ പണമാണ് ഇന്ത്യ രാജ്യത്ത് കോടീശ്വരന്മാരുടെ പോക്കറ്റുകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ കള്ളപ്പണം, ലോകത്ത് ഏറ്റവും കൂടുതൽ കള്ളപ്പണം സ്വിസ് ബാങ്കുകളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് ഇന്ത്യയിലെ പൗരന്മാരാണ്. 1456 ദശലക്ഷം കോടി ഡോളർ സ്വിസ് ബാങ്കുകളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ വിദേശ കടത്തിന്റെ 13 ഇരട്ടിയാണിത്. നാം ആലോചിക്കണം, സമ്പത്ത് കുന്നുകൂടി കിടക്കുകയാണ് ഒരു ഭാഗത്ത്, അപ്പോഴാണ് മറുഭാഗത്ത് കോടിക്കണക്കിന് മനുഷ്യന്മാരെ പട്ടിണി കിടക്കുന്നത്. ഇവിടെ പ്രജാവത്സരനായ ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മാറ്റമുണ്ടാവുകയുള്ളൂ, പട്ടിണി പാവങ്ങൾക്കും ദരിദ്രർക്കും മാറ്റമുണ്ടാവുകയുള്ളൂ. ഇന്ത്യയിലെ വ്യവസ്ഥിതികൾ മാറേണ്ടതുണ്ട്. രാഷ്ട്രീയവും സാമൂഹികമായ പരിവർത്തനം ഇന്ത്യ രാജ്യത്ത് സാധിച്ചെടുക്കേണ്ടതുണ്ട്. ഒരു പിഞ്ചു കുട്ടിയുടെ കണ്ണുനീര് പോലും ഭൂമിയിൽ ഇറ്റരുത് എന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം. 14 മുമ്പ് അറേബ്യയിൽ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു, ഫാറൂഖ് ഉമർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. നമുക്കറിയാം ചരിത്രത്തിൽ അദ്ദേഹം ഒരു യാത്രാ സംഘത്തിന് രാത്രിയിൽ കാവൽ നിൽക്കുകയാണ്. കാവൽ നിൽക്കുമ്പോൾ ടെന്റിൽ നിന്നും ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നു. കുട്ടിന്റെ കരച്ചിൽ കേട്ടപ്പോൾ ആ ടെന്റിനടുത്ത് വന്നുകൊണ്ട് ആ കുട്ടിയുടെ ഉമ്മാനോട് ഉമർ ഫാറൂഖ് പറയുന്നു, അല്ലയോ സഹോദരി, എന്തിനാണ് ഈ പിഞ്ചു പൈതൽ ഇങ്ങനെ കരയുന്നത്? ആ കുട്ടിയുടെ കണ്ണീര് ഇനിയും ഇറ്റിക്കല്ലേ, വീഴിക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരി പറയുന്നു, ഞാൻ ഈ കുട്ടി കരയുന്നത് ഞാൻ അവനെ കരയിപ്പിക്കുകയല്ല, ഇത് ഉമറിന്റെ നാടാണ് എന്ന് താങ്കൾക്ക് അറിഞ്ഞുകൂടെ? ഈ ചോദിക്കുന്നത് ഉമറുൽ ഫാറൂഖ് ആണ് എന്ന് ഇദ്ദേഹത്തിന് സഹോദരിക്ക് അറിയുകയില്ല. ഇത് ഉമറിന്റെ നാടാണ് എന്ന് താങ്കൾക്ക് അറിഞ്ഞുകൂടെ? ഇവിടെ മുലകുടി മാറ്റിയ കുട്ടികൾക്ക് മാത്രമേ ഉമർ ചെലവിന് കൊടുക്കുകയുള്ളൂ, ഉമറിന്റെ ഭരണകൂടം. അതുകൊണ്ട് എന്റെ കുട്ടിയുടെ മുലകുടി മാറ്റാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഉമറുൽ ഫാറൂഖിനോട് ഈ സഹോദരി പറഞ്ഞപ്പോൾ ഉമർ ചോദിച്ചു, നിങ്ങളുടെ കുട്ടിക്ക് 2 വയസ്സ് പ്രായമായിട്ടുണ്ടോ? ഇല്ല, 2 വയസ്സ് പ്രായമായിട്ടില്ല. എന്റെ മകന് ഭക്ഷണം കൊടുക്കാൻ എന്റെ കയ്യിൽ വകയില്ല. ഞാൻ പാവപ്പെട്ടവളാണ്, ദരിദ്രയാണ്. അതുകൊണ്ട് ഉമറിന്റെ ചെലവ് കിട്ടണം, ഉമറിന്റെ വിഹിതം കിട്ടണം, ഭരണകൂടത്തിന്റെ വിഹിതം കിട്ടണം. അതിനുവേണ്ടി എന്റെ മകന്റെ കരച്ചിൽ മാറ്റാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി ഫാറൂഖ് ഉമർ. ധീരനായ ഭരണാധികാരി, പേർഷ്യയും റോമ സാമ്രാജ്യത്തെയും വെല്ലുവിളിച്ച
ധീരനായ വിപ്ലവകാരിയുടെ നെഞ്ചു പിടച്ചു. പിറ്റേ ദിവസം മദീനത്തെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുമ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഗദ്ഗദകണ്ഠനായി കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പരിശുദ്ധ ഖുർആന്റെ വാക്യങ്ങൾ പുറത്തേക്ക് വന്നില്ല. ആളുകൾ പരിഭ്രാന്തരായിട്ട് പിന്നിൽ ജമാഅത്തായിട്ട് നിൽക്കുകയാണ്. എന്ത് പറ്റി ഉമറിന്? ഉമർ കരയുകയാണല്ലോ. കൊച്ചു കുഞ്ഞിനെ പോലെ തേങ്ങി കരയുകയാണ്. എന്ത് പറ്റി ഉമറിന്? അവരാശങ്കപ്പെട്ടു. ഉമറുൽ ഫാറൂഖ് സലാം വീട്ടിക്കൊണ്ട് മിമ്പറിൽ കയറിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഈ ഉമർ നശിച്ചിരിക്കുന്നു. ഈ ഉമർ കാരണമായിട്ട് എത്ര പിഞ്ചു കുഞ്ഞുങ്ങളുടെ കണ്ണീരാണ് ഈ ഭൂമിയിൽ വീണത്, എത്ര ഉമ്മമാരാണ് വേദനിച്ചത്. ഞാൻ കാരണമായി, എന്റെ സാമ്പത്തിക നയം കാരണമായിട്ടല്ലേ എന്റെ നാട്ടിലെ പിഞ്ചോമന മക്കൾ കരഞ്ഞു കണ്ണീരൊലിപ്പിച്ചത്. അതുകൊണ്ടിതാ ഉമർ തന്റെ നയം തിരുത്താൻ പോവുകയാണ്. ഇനി മുലകൂടി മാറ്റിയ കുട്ടികൾക്കല്ല എന്റെ നാട്ടിൽ, എന്റെ രാജ്യത്ത് റേഷൻ ഞാൻ അനുവദിക്കുന്നത്. പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനും ഞാൻ റേഷൻ അനുവദിക്കുന്നു. അവന്റെ ചിലവിന് ആവശ്യമായ വിഹിതം എന്റെ ഭരണകൂടം നൽകുന്നതാണ് എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച ഏറ്റവും വലിയ പ്രജാവത്സരനായ, അത് വെറുമൊരു മാതൃക മാത്രമല്ല, ലോകത്തിന് മുഴുവനും സാമ്പത്തിക മേഖലയിൽ താൻ സ്വീകരിക്കുന്ന നയം സാധാരണക്കാരന്റെ, പാവപ്പെട്ടവരുടെ, കൊച്ചു കുഞ്ഞുങ്ങളുടെ വേദന അറിഞ്ഞുകൊണ്ട് സാമ്പത്തികമായ മേഖലയിൽ നയങ്ങൾ രൂപീകരിക്കണമെന്ന് ലോകത്തെ പഠിച്ച ഇസ്ലാമിക സാമ്പത്തിക വിപ്ലവത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമുക്കത് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഒരു ഭരണാധികാരി ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നതെങ്കിൽ ദിവസം 5479 കുട്ടികൾ പോഷകാഹാരക്കുറവ് മൂലം ഇന്ത്യ രാജ്യത്ത് മരിച്ചു വീഴുമായിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെയാണ് ഇസ്ലാമികമായ സാമ്പത്തികമായ പാഠങ്ങളുടെ പ്രസക്തി നാം ഉൾക്കൊള്ളേണ്ടത്. ഇന്ത്യ രാജ്യത്ത് സമ്പത്ത് ഒരു വിഭാഗം കുന്നുകൂട്ടി വെക്കുമ്പോൾ, മറുഭാഗത്ത് അഴിമതി അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ, പൊതുഖജനാവിന് ശ്രദ്ധയില്ലാതെ, സൂക്ഷ്മതയില്ലാതെ പൊതുഖജനാവ് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രവാചകന്റെ അധ്യാപനം എന്താ? പൊതുഖജനാവിനോട് സ്വീകരിക്കേണ്ട സമീപനം എന്താണ് എന്ന് ഇബ്നുൽ ലുത്ബ എന്ന സഹാബിയിലൂടെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഇബ്നുൽ ലുത്ബ അദ്ദേഹത്തെ സകാത്ത് പിരിക്കാൻ വേണ്ടി, സകാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കരുത് അത് വ്യക്തികൾ നൽകുന്ന ഒരു സാമ്പത്തികമായ ഇടപാടുകൾ മാത്രമാണ് എന്ന്. ഒരു സർക്കാരിന്റെ സാമ്പത്തികമായ സോഴ്സാണ് സകാത്തും ഫയ്യുമെല്ലാം. ആ പൊതുഖജനാവിൽ ആ സമ്പത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത്. അങ്ങനെ പൊതുഖജനാവിലേക്ക് പിരിച്ചു കൊണ്ടുവരേണ്ട നികുതി, ആ നികുതി പിരിച്ചു കൊണ്ടുവന്ന് അദ്ദേഹം ഇബ്നുൽ ലുത്ബ പ്രവാചകന്റെ സവിധത്തിൽ വെച്ചുകൊണ്ട് പറയുന്നു, ഇതാ പ്രവാചകരെ, അങ്ങേൽപ്പിച്ച സാമ്പത്തികമായ ആ മേഖലയിൽ ഞാൻ നികുതി പിരിച്ചുകൊണ്ട് അങ്ങയുടെ മുന്നിൽ ഹാജരാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, അതോടൊപ്പം എനിക്കൊരു പാരിതോഷികം കൂടിയുണ്ട്. എനിക്ക് അവിടുത്തെ ജനങ്ങൾ സമ്മാനമായി പാരിതോഷികമായി നൽകിയ ഈ കീഴി അത് എനിക്കുള്ളതാണ്, അത് പൊതുഖജനാവിലേക്കുള്ളതല്ല എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞു? നാം ആലോചിക്കേണ്ട ഒരു സംഗതി, ഇവിടെ സാമ്പത്തികമായ അഴിമതി എന്ന് പറയുമ്പോൾ പൊതുവെ പൊതുഖജനാവിൽ കൈയിട്ട് വാരി കക്കലല്ല പലപ്പോഴും നടക്കുന്നത്. കമ്മീഷൻ പറ്റിക്കൊണ്ട് പൊതുഖജനാവിന് നട്ടം വരുത്തുകയാണ് പലപ്പോഴും ഭരണാധികാരികൾ ചെയ്യുന്നത്. എന്താണ് പ്രവാചകൻ അവിടെ സ്വീകരിച്ചത്? അദ്ദേഹത്തിന്റെ പണക്കീഴി പിടിച്ചു വാങ്ങിക്കൊണ്ട് പൊതുഖജനാവിൽ ലയിപ്പിച്ചുകൊണ്ട് മിമ്പറിൽ കയറിക്കൊണ്ട് പുണ്യ പ്രവാചകൻ പറഞ്ഞത്, ചിലരെ ഞാൻ ഉദ്യോഗതലത്തിൽ നികുതി പിരിക്കാൻ, സകാത്ത് പിരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. അവർ തിരിച്ചു വന്നതിന് ശേഷം പറയുന്നു, ഇത് പൊതുഖജനാവിലേക്കുള്ളതാണ്, ഇത് എനിക്കുള്ളതാണ് എന്ന് പറയുന്നു അവർ. എന്നാൽ ഞാൻ ചോദിക്കുന്നു, അവർ വീട്ടിലിരിക്കുകയാണെങ്കിൽ അവർക്ക് സമ്മാനമായി പാരിതോഷികമായിട്ട് ഇങ്ങനെ ലഭിക്കുമായിരുന്നോ? സമ്പത്ത് ലഭിക്കുമായിരുന്നോ? ഒരിക്കലും ഇല്ല എന്ന് പ്രഖ്യാപിച്ച പ്രവാചകൻ അന്ത്യനാൾ വരെയുള്ള ലോകത്തിന് ഒരു പാഠം പഠിപ്പിക്കുകയായിരുന്നു. ഒരിക്കലും സർക്കാർ ഉദ്യോഗം വെച്ചുകൊണ്ട് കൈക്കൂലി വാങ്ങാനോ കമ്മീഷൻ പറ്റുവാനോ പാരിതോഷികങ്ങൾ സ്വീകരിക്കാനോ പാടില്ല. അത് പൊതുഖജനാവിന് അർഹപ്പെട്ടതാണ്. പൊതുഖജനാവിന് കിട്ടേണ്ട സമ്പത്ത് അത് പാരിതോഷികമായിട്ടോ മറ്റേതെങ്കിലും നിലയിലോ ഉദ്യോഗസ്ഥന്മാരോ ഭരണാധികാരികളോ അത് വാങ്ങിക്കാൻ പാടില്ല എന്ന് ഏറ്റവും വലിയൊരു പാഠം ലോകത്തിന് നൽകുകയായിരുന്നു. അത്തരം ഒരു അധ്യാപനം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് സാമ്പത്തിക മേഖലയിൽ ഉൾക്കൊള്ളുവാൻ ഭരണാധികാരികളും ഉദ്യോഗസ്ഥന്മാർക്കും സാധിച്ചിരുന്നുവെങ്കിൽ ഈ പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾ ഇവിടെ പരിഹരിക്കുമായിരുന്നു. ഇന്ന് വില്ലേജ് ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് വരെ അഴിമതിയാണ്. പിൻവാതിലൂടെ പണം സ്വീകരിച്ചുകൊണ്ട് പാവപ്പെട്ടവന്റെ പോക്കറ്റ് കാലിയാക്കുന്ന ഇത്തരം സാമ്പത്തികമായ
അഴിമതികൾക്കെതിരെ നമുക്ക് പ്രതികരിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അവിടെ ലോകത്തിന് ഏറ്റവും വലിയ മാതൃകയായ പ്രവാചകന്റെ അധ്യാപനങ്ങൾ നെഞ്ചിലേറ്റേണ്ടതുണ്ട്. മാത്രമല്ല, പ്രവാചകൻ അവിടെ വെച്ചുകൊണ്ട് ഒരു പാഠം നൽകുകയായിരുന്നു. ആ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, നാളെ ആരെങ്കിലും ഇങ്ങനെ അന്യായമായിട്ട് പണം കൈക്കലാക്കിയാൽ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമ്പോൾ അവർ ആ പണവും സമ്പത്തുമായിട്ടായിരിക്കും അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുക. ഒട്ടകമാണെങ്കിൽ ഒട്ടകം കഴുത്തിൽ തൂക്കിക്കൊണ്ട്, ആടാണെങ്കിൽ ആട് കഴുത്തിൽ തൂക്കിക്കൊണ്ട്, അതല്ല അവർ മറ്റെന്തെങ്കിലും മൃഗങ്ങളാണെങ്കിൽ അത് കഴുത്തിൽ തൂക്കിക്കൊണ്ട്. അന്ന് പ്രവാചക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വരുമാന മാർഗം അതായിരുന്നുവെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നാം ആലോചിക്കേണ്ടതുണ്ട്. ഇന്ത്യ രാജ്യത്ത് അഴിമതി നടത്തുന്ന അഴിമതി വീരന്മാർ നാളെ പടച്ച തമ്പുരാന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്നത് അമ്പരചുണ്ടികളായ കൊട്ടാരങ്ങളുമായിട്ടായിരിക്കും. ഏക്കർ കണക്കിന് പാവപ്പെട്ടവന് നൽകേണ്ട ഭൂമി അധീനപ്പെടുത്തിക്കൊണ്ട് തടിച്ചു കൊടുക്കുന്ന കോർപ്പറേറ്റുകള് അവിടെ ഭൂമിയുടെ വലിയൊരു മാലയണിഞ്ഞുകൊണ്ടായിരിക്കും അല്ലാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുക. ഇങ്ങനെയൊരു ബോധമുണ്ടായിരുന്നുവെങ്കിൽ ലോകത്തൊരിക്കലും സാമ്പത്തികമായ അഴിമതിയും അനീതിയും നടക്കുമായിരുന്നില്ല. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ സാമ്പത്തികമായ പാഠങ്ങൾ എന്ന് പറയുന്നത് അത് പൊതുഖജനാവിലുള്ള എത്രയോ സൂക്ഷ്മതയാണ്. ഒരിക്കലും പൊതുഖജനാവിൽ അഴിമതി നടത്തുവാനോ ആ അഴിമതി നടത്തിക്കൊണ്ട് എത്രത്തോളം ഔദ്യോഗികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പോലും പൊതുഖജനാവ് അന്യായമായിട്ട് ദൂർത്തടിക്കരുത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ഇസ്ലാമിന്റെ സാമ്പത്തിക പാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അന്യായമായി ദൂർത്തടിക്കരുത്. ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് കെട്ടിടം നിർമ്മിക്കുമ്പോൾ, ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഓഫീസുകൾ അലങ്കരിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു ഗവർണറെ ഹിംസിലേക്ക് പറഞ്ഞയച്ചു. അവിടെ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടി, ഭരണ നേതൃത്വം നൽകാൻ വേണ്ടി അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു ഖുർത്തി എന്ന് പറയുന്ന അദ്ദേഹം ഹിംസിൽ ഭരണം നടത്തി. പക്ഷേ അദ്ദേഹം പതിവിന് വിപരീതമായി കൊണ്ട് അവിടെ കൊട്ടാരം പണിതു, വലിയൊരു കൊട്ടാരം. ഈ വാർത്ത ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോൾ അദ്ദേഹം മദീനയിൽ നിന്ന് ആളെ വിട്ടു. ആ കൊട്ടാരത്തിന്റെ വാതിൽ കരിച്ചു കളയാൻ ആവശ്യപ്പെട്ടു. ലോകത്തിന് മുഴുവനും മാതൃകയാകുന്ന നിലയിൽ പൊതുഖജനാവിലെ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണാവശ്യങ്ങൾക്ക് വേണ്ടി കൊട്ടാരം പണിത ആ കൊട്ടാരത്തിന്റെ വാതിൽ കരിച്ചു കളയാനാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടത്. എന്നിട്ട് ഹിംസിലെ ഗവർണറെ വിളിപ്പിച്ചു. അദ്ദേഹം മദീനയിലെത്തി. 3 ദിവസം അദ്ദേഹവുമായിട്ട് അഭിമുഖീകരിക്കാൻ ഉമർ ഫാറൂഖ് സന്നദ്ധനായില്ല. 4ാമത്തെ ദിവസം കന്നുകാലികളെ കെട്ടുന്ന തൊഴുത്തിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹവുമായി സംസാരിക്കാനും സന്ധിക്കുവാനും ഉമർ ഫാറൂഖ് സന്നദ്ധമായത്. അദ്ദേഹത്തോട് എന്താണ് ആ ധീരനായ നീതിമാനായ ഭരണാധികാരി പറഞ്ഞത്? ഈ ഗവർണറുടെ വസ്ത്രം അടിച്ചു മാറ്റണം അബ്ദുള്ള, എന്നിട്ട് ഇടയന്മാരുടെ വസ്ത്രം അണിഞ്ഞുവ. ഇടയന്മാർ കന്നുകാലികളെ വീഴ്ച നടക്കുന്ന ഇടയന്മാരുടെ വസ്ത്രം അണിഞ്ഞുവ. അനുസരണയുള്ള കുട്ടിയെ പോലെ വീട്ടിൽ പോയി ഇടയന്മാർ ധരിക്കുന്ന വസ്ത്രം അണിഞ്ഞു വന്ന അദ്ദേഹത്തോട് ഉമർ ഫാറൂഖ് പറഞ്ഞു, ഇനി ഇതാ കന്നുകാലികൾ, ആ കന്നുകാലികളുടെ പിന്നാലെ നീ നടന്നിട്ട് അവയെ മേച്ചു നടന്നോ? ഗവർണർ സ്ഥാനം നിനക്ക് അർഹപ്പെട്ടതല്ല. പൊതുമുതൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊട്ടാരം നിർമ്മിക്കാൻ വേണ്ടിയല്ല നിന്നെ ഞാൻ പറഞ്ഞയച്ചത്. നിനക്ക് തടിച്ചു തീർക്കാൻ വേണ്ടിയല്ല, പാവപ്പെട്ട ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഇനി നിനക്ക് അധികാരത്തിന്റെ ചെങ്കോലി വേണ്ട, ഇനി നിനക്ക് ഇടയന്മാരുടെ പടിമതി. അതുകൊണ്ട് നയിച്ചോ, ആടുകളുടെയും ഒട്ടകങ്ങളുടെയും പിന്നാലെ നടന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന് ഗവർണറെ തിരിച്ചു വിളിച്ചുകൊണ്ട് മാതൃക കാണിച്ച മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ലോകത്തിന് നൽകിയ സാമ്പത്തികമായ അച്ചടക്കത്തിന്റെ പാഠം അത് ഉൾക്കൊള്ളാൻ ഭരണാധികാരികൾ സന്നദ്ധമാണോ എന്നാണ് സന്ദർഭത്തിൽ ചോദിക്കാനുള്ളത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ ആ ഉമറിന്റെ ഭരണം ലോകത്ത് നീതിനിഷ്ഠമായ സാമ്പത്തികമായ വ്യവസ്ഥിതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഭരണം, അത് ഇന്ത്യ രാജ്യത്തിന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി പറഞ്ഞു. അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കണം പ്രിയപ്പെട്ട നാട്ടുകാർ, ആ ഉമറിന്റെ ഭരണമാണ് ഇന്ത്യ രാജ്യത്ത് ഞാൻ ആഗ്രഹിക്കുന്നത്. സാമൂഹിക നീതിയും സാമ്പത്തിക നീതിയും ലോകത്ത് പ്രായോഗികമായി കാണിച്ചു കൊടുത്ത ആ ഉമറിന്റെ ഭരണം ഇന്ത്യ രാജ്യത്തിന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് ആ ഉമറിന്റെ ഭരണമല്ല ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, മറിച്ച് ഫറോവമാരുടെയും ഖാറൂനുമാരുടെയും ഭരണമാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സമ്പത്ത് ഒരു മേഖലയിൽ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് പട്ടിണി പാവങ്ങൾ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ഭിക്ഷാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രിയമുള്ളവരെ. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ പരിവർത്തനം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ച ഈ സാമൂഹികമായ പരിഷ്കരണം, ആ പരിഷ്കരണം ലോകത്തിന് മുഴുവനും മാതൃകയാണ്. സാമ്പത്തികമായ പ്രവാചകന്റെ പാഠങ്ങളെ ലോകത്തിന് മുഴുവനും മാതൃകയാണ്. ആ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുവാൻ, ആ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ നിങ്ങളുടെ സമ്പത്തുകൾ മിസ്കിന്മാർക്കും അഗതികൾക്കും അനാഥികൾക്കും ദരിദ്രന്മാർക്കും നിങ്ങൾ നൽകണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അത് ഔദാര്യമായിട്ടല്ല, ഹഖായിക്കൊണ്ട്, അവകാശമായിക്കൊണ്ട്. സമ്പന്നന്റെ മുതൽ ദരിദ്രനിലേക്ക് ഒഴുകണം. അതെങ്ങനെ ഒഴുകണം? ഔദാര്യമായിട്ട് ഒഴുകണമെന്നല്ല, അവകാശമായി കൊണ്ടൊഴുകണമെന്നാണ്. പാവപ്പെട്ടവന്റെ അവകാശമാണ് സമ്പന്നന്റെ കയ്യിലുള്ള പണം. അത് പാവപ്പെട്ടവനിലേക്ക് സദഖയിലൂടെ, സകാത്തിലൂടെ ഒഴുകണമെന്ന് ലോകത്തെ പഠിപ്പിച്ച സാമ്പത്തിക വികേന്ദ്രീകരണത്തിന്റെ ഏറ്റവും വലിയ മാതൃകയാണ് പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നേരത്തെ മൗലാന സൂചിപ്പിച്ച മൈക്കിൾ എച്ച് ഹാർട്ട് പ്രവാചകനെ ലോകത്തെ ഒന്നാമനായിട്ട് തെരഞ്ഞെടുത്തത്. ആരെങ്കിലും പ്രവാചകനെ കുറിച്ച് ഒരു മത നേതാവായി തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ തിരുത്തണമെന്നാണ് എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്. പ്രവാചകൻ ഒരു മതാനുഷ്ഠാനങ്ങൾ മാത്രം പഠിപ്പിക്കുവാൻ വന്ന മുസ്ലിങ്ങളുടെ ഒരു പ്രവാചകനായിട്ടല്ല ലോകത്ത് സമാഗതനായത്. നേരെ മറിച്ച് ലോകത്ത് മുഴുവനും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ പരിവർത്തനത്തിന് വേണ്ടിയാണ് പ്രവാചകൻ വന്നത്. അതുകൊണ്ടാണ് മൈക്കിൾ എച്ച് ഹാർട്ട് ലോകത്ത് സ്വാധീനം നേടിയ 100 ആളുകളൊക്കെ സംബന്ധിച്ച് പഠനം നടത്തി അവസാനം ഒരു പുസ്തകം എഴുതിയ അദ്ദേഹം, The 100, a ranking of the most influential personalities in history. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം നേടിയ 100 പേര് എന്ന തലക്കെട്ടിൽ പുസ്തകം എഴുതിയിട്ട് അദ്ദേഹം ആദ്യമായിട്ട് അതിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനം നേടിയ വ്യക്തി, ആ വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത് യേശു ക്രിസ്തുവല്ല, മോശെ പ്രവാചകനല്ല, ഐൻസ്റ്റീൻ അല്ല, എബ്രഹാം ലിങ്കൺ അല്ല, പ്രവാചകൻ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ആ ലേഖനത്തിന്റെ ചാപ്റ്ററിന്റെ ആദ്യത്തിൽ തന്നെ, ആദ്യ പാരഗ്രാഫിൽ തന്നെ അദ്ദേഹം പറയുന്നു, My choice of Muhammad to lead the list of the world's most influential persons may surprise some readers and may be questioned by others. ഞാൻ ഒന്നാമതായിട്ട് മുഹമ്മദിനെ തിരഞ്ഞെടുത്തത് ചില ആളുകളെ അത് അത്ഭുതപ്പെടുത്തിയേക്കാം, ചിലർ എന്നെ ചോദ്യം ചെയ്തേക്കാം. പക്ഷേ ഞാൻ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാനുള്ള കാരണം, he was the only man in history who was supremely successful on both religious and secular level. മതമേഖലയിലും മതേതര മേഖലയിലും ലോകത്ത് ഏറ്റവും കൂടുതൽ വിജയം കൈവരിച്ച ഒരേ ഒരു പ്രവാചകൻ, ഒരേ ഒരു നായകൻ, അത് ചരിത്രത്തിൽ മുഹമ്മദ് അല്ലാതെ മറ്റാരുമില്ല എന്ന് ലോകത്തോട് പറഞ്ഞ അമേരിക്കൻ ഖഗോള ശാസ്ത്രജ്ഞനായ മൈക്കിൾ എച്ച് ഹാർട്ട് സമ്മതിക്കുമ്പോൾ ലോകത്തെ സാമ്പത്തിക വിദഗ്ധന്മാർ, സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ ഇസ്ലാമിനെ സംബന്ധിച്ചും പ്രവാചകനെ കുറിച്ചും സത്യസന്ധമായി നിഷ്പക്ഷമായി പഠനം നടത്തിയവരെല്ലാം ഇക്കാര്യം, ഈ വസ്തുത വ്യക്തമായി സമ്മതിച്ചിട്ടുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആ സാമൂഹികമായ മാറ്റങ്ങളാണ്, ആ സാമ്പത്തികമായ മാറ്റങ്ങളാണ് ഇന്ന് ലോകത്തിന് അനിവാര്യം. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ അധ്യാപനങ്ങൾ അവഗണിച്ചുകൊണ്ട് ലോകത്ത് ശാന്തിയും സമാധാനവും സന്തുലിതത്വവും നീതിയും സാമൂഹ്യമായ പരിവർത്തനവും ഉണ്ടാക്കാൻ ലോകത്ത് സാധ്യമല്ല. മതം എന്നുള്ള ഭിത്തികളെ അവഗണിച്ചുകൊണ്ട് ആ പ്രവാചകന്റെ സാമൂഹിക സാമ്പത്തിക മേഖലകളിലുള്ള അധ്യാപനങ്ങൾ സ്വീകരിക്കുവാൻ ലോകം സന്നദ്ധമാകണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വിനീതൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.